ഗുഡ് ഈവനിങ് ടു ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെം ബിസിനസ് മാനേജ്മെൻറ്റിലെ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ. മേ ബി ഷോർട്ട് എസ്സേ ആയിട്ടൊക്കെ വരാം. ഓക്കെ, അപ്പോൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യം നമ്മൾ എന്ത് എഴുതുക? മാനേജ്മെൻറ്റ് എന്താണെന്ന് എഴുതുക. അതിന് ശേഷം പിന്നെ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് എഴുതുക. ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ 3 ലെവലാണുള്ളത്. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്, പിന്നെ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ആൻഡ് ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. ഓക്കെ, അങ്ങനെ 3 തരത്തിലുള്ള ലെവൽസാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് നോക്കാം. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് കൺസിസ്റ്റ് ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, മാനേജിംഗ് ഡയറക്ടർ, ജനറൽ മാനേജർ ആൻഡ് അതർ സീനിയർ എക്സിക്യൂട്ടീവ്സ്. ഓക്കെ, ഈ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൽ ഉൾക്കൊണ്ടിട്ടുള്ളത് ആരൊക്കെയാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, മാനേജിംഗ് ഡയറക്ടർ, അതുപോലെ തന്നെ ജനറൽ മാനേജർ ആൻഡ് അതർ സീനിയർ എക്സിക്യൂട്ടീവ്സ് ഒക്കെയാണ് എന്ത് പറയുന്നത്? ഒരു ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ദ ഫിക്സ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഇവരാണ് എന്ത്? ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് ഫിക്സ് ചെയ്യുന്നത്. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് പ്രിപ്പയർസ് പോളിസീസ്, പ്ലാൻ ആൻഡ് ടേക്ക് ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ ടു അക്കംപ്ലിഷ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദി ഓർഗനൈസേഷൻ. അപ്പോൾ ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആയിരിക്കും പോളിസീസ് പ്രിപ്പയർ ചെയ്യുന്നത്, അതുപോലെ തന്നെ പ്ലാന് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതായത് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുന്നത്, അത്യാവശ്യ ഘട്ടങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നത്, പ്ലാൻ ചെയ്യുന്നതൊക്കെ ആരായിരിക്കും? ഈ ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആയിരിക്കും. ദ ഇഷ്യൂ ഇൻസ്ട്രക്ഷൻ ആൻഡ് ഓർഡേഴ്സ് ടു ലോവർ ലെവൽ. അതായത് ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. അതിന് താഴെ വരുന്നതാണ് മിഡിൽ ലെവൽ, അതിന് താഴെ ലോവർ ലെവൽ. ഓക്കെ, അപ്പോൾ ഈ മിഡിൽ ലെവലിനും ലോവർ ലെവലിനും ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആരാണ് കൊടുക്കുന്നത്? ഈ ഒരു ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആണ് കൊടുക്കുന്നത്. പിന്നെ ദ ഫോളോയിങ് ആർ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ കുറച്ച് ഫങ്ഷൻസ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഡിറ്റർമൈൻ ദി ഒബ്ജക്റ്റീവ്സ് അവർ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. ഡിഫൈൻ ഗോൾസ് അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫൈൻ ചെയ്യുന്നുണ്ട്. പിന്നെ എസ്റ്റാബ്ലിഷ് പോളിസീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. പ്രിപ്പയർ സ്ട്രാറ്റജിക് പ്ലാൻസ്, സ്ട്രാറ്റജി അതായത് പലതരത്തിലുള്ള പ്ലാനുകൾ അവർ എന്ത് ചെയ്യുന്നുണ്ട്? പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഗിവ് ഗൈഡൻസ് ആൻഡ് ഡയറക്ഷൻസ്, അതായത് നമ്മുടെ മിഡിൽ ലെവലിനും ലോവർ ലെവലിനും അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഗൈഡൻസും ഡയറക്ഷൻസും എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൺട്രോൾ ആൻഡ് ക്രിയേറ്റ് ഗുഡ് റിലേഷൻ വിത്ത് പബ്ലിക്, ജഡ്ജ് ദി റിസൾട്ട്. ഓക്കെ, ഇപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു ടോപ്പ് ലെവലിൻ്റെ എന്തായിട്ട് വരുന്നത്? ഫങ്ഷൻസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇനി ഈ ടോപ്പ് ലെവലിൻ്റെ കേസ് മാത്രമാണ് എഴുതാൻ പറഞ്ഞത് എന്നുണ്ടെങ്കിൽ അങ്ങനെ വരാൻ സാധ്യതയില്ല. ഇൻ കേസ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം എന്താണ് ടോപ്പ് ലെവൽ അതിൽ കൺസിസ്റ്റ് ആയിട്ടുള്ളതൊക്കെ എഴുതുക. ഓക്കെ, അതിനുശേഷം പിന്നെ ഈ ഡിറ്റർമൈൻ ദി ഒബ്ജക്റ്റീവ്സ് അത് ആരും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക? എക്സ്പ്ലെയിൻ ചെയ്യുക. ഡിഫൈൻ ദി ഗോൾസ് അതും ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അങ്ങനെ ഉള്ളതൊന്ന് ജസ്റ്റ് ഈ എല്ലാ പോയിൻറ്റ്സും 7 വരെയുള്ള പോയിൻറ്റ്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക കേട്ടോ. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് മാത്രമാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്. ഓക്കെ, മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് കൺസിസ്റ്റ് ഓഫ് ഹെഡ് ഓഫ് ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൽ ആരാണ് ഉൾക്കൊണ്ടിട്ടുള്ളത്? ഹെഡ് ഓഫ് ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിരിക്കും ഈ ഒരു മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൽ കൺസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ദേ ആർ റെസ്പോൺസിബിൾ ടു ടോപ്പ് മാനേജ്മെൻറ്റ്. അവർ ടോപ്പ് മാനേജ്മെൻറ്റോട് എന്താണ്? ഉത്തരവാദിത്തമുള്ളവരാണ്. ദേ ആർ concerned with organization and direction function of management. The following are the functions of middle level management. ഓക്കെ, ഇനി പറയുന്നുള്ളതായിരിക്കും മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ എന്ത് പറയുന്നത്? ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദി പ്രോഗ്രാംസ് ആൻഡ് പോളിസീസ് കമ്മ്യൂണിക്കേറ്റഡ് ബൈ ദി ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. അതായത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അങ്ങനെ പ്രോഗ്രാംസും പോളിസീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഓർഗനൈസിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ആസ് പെർ ദ മെയിൻ പ്ലാൻ. അതായത് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടല്ലോ, ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഓർഗനൈസ് ചെയ്യുക, മാനേജ് ചെയ്യുക. ഇതിന് വേണ്ടിയിട്ട് ഇതിന് വേണ്ടിയിട്ടല്ല, ആ ഒരു പ്ലാനിൽ എന്തൊക്കെയാണോ പറഞ്ഞിട്ടുള്ളത് ആ ഒരു പ്ലാനിനനുസരിച്ചിട്ട് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ പ്ലാൻ ദ ഡിപ്പാർട്ട്മെൻറ്റൽ ഓപ്പറേഷൻസ്. അതായത് ഒരു ഓർഗനൈസേഷനിൽ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കും നടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ എത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ആണോ ഓപ്പറേഷൻസ് ആണോ അവിടെ നടക്കുന്നത്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനുകൾ എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്യുക. പിന്നെ ഗൈഡ്, ഡയറക്റ്റ് ആൻഡ് മോട്ടിവേറ്റ് ദർ വർക്കേഴ്സ് ടു അറ്റൈൻ ദ ഒബ്ജക്റ്റീവ്സ്. അതായത് അവരുടെ താഴെയുള്ള വർക്കേഴ്സിനെ അവരെന്ത് ചെയ്യണം? ഗൈഡ് ചെയ്യണം, ഡയറക്റ്റ് ചെയ്യണം ആൻഡ് മോട്ടിവേറ്റ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. കോപ്പറേറ്റ് ആൻഡ് കോർഡിനേറ്റ് വിത്ത് അതർ ഡിപ്പാർട്ട്മെൻറ്റ്സ്. അതായത് ഞാൻ പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടായിരിക്കും, പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നവർ. അപ്പോൾ
എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടും എന്ത് വേണം, ഒരു കോപ്പറേഷനും കോർഡിനേഷനും വേണം. ഓക്കെ. പിന്നെ ഇവാലുവേറ്റ് ദ പെർഫോമൻസ് ഓഫ് ഹി സബോർഡിനേറ്റ്സിൻ്റെ പെർഫോമൻസ് എന്ത് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യണം. കളക്ട് റിപ്പോർട്ട് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഫ്രം ദി ലോവർ ലെവൽസ് ആൻഡ് സെൻഡ് ടു ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. അതായത് റിപ്പോർട്ട് കളക്ട് ചെയ്യുക ആൻഡ് സബ്മിറ്റ് ടു ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. ഓക്കെ. അപ്പോൾ ഈ 7ാമത്തെ പോയിൻ്റൊക്കെ കളക്ട് റിപ്പോർട്ട് ആൻഡ് സബ്മിറ്റ് ടു ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്, അങ്ങനെ ഷോർട്ടാക്കി എഴുതുക കേട്ടോ. ഇതാണ് ഒരു മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. ഓക്കെ. ലോവർ ലെവൽ മാനേജ്മെൻറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സൂപ്പർവൈസറി മാനേജ്മെൻറ്റ്. ലോവർ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ മറ്റൊരു പേരാണ് എന്ത് പറയുന്നത്, സൂപ്പർവൈസറി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ദിസ് ലെവൽ ഇൻക്ലൂഡ് സൂപ്പർവൈസേഴ്സ്, ഫോർമാൻ, ഗ്യാങ് ബോസ്, അക്കൗണ്ട്സ് ഓഫീസർ, സെയിൽസ് ഓഫീസർ എക്സെട്ര. അപ്പോൾ ഈ ഒരു ലോവർ ലെവൽ മാനേജ്മെൻറ്റിൽ അല്ലെങ്കിൽ സൂപ്പർവൈസറി മാനേജ്മെൻറ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളവരാണ് സൂപ്പർവൈസേഴ്സ്, ഫോർമാന്, ഗ്യാങ് ബോസ്, അക്കൗണ്ട്സ് ആൻഡ് സെയിൽസ് ഓഫീസർ ഒക്കെ. ഓക്കെ. പിന്നെ ദേ ആർ മോർ കൺസേൺഡ് വിത്ത് ഡയറക്ഷൻ ആൻഡ് കൺട്രോൾ ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. പിന്നെ അവരുടെ ഫങ്ഷൻസ് ആണ് പറയുന്നത് പ്ലാൻ ഫോർ എ ഡേ ഓർ വീക്ക്. അതായത് ഒരു ദിവസം ഇത്രയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഈ ഒരു വീക്കിൽ നമ്മൾ ഇത്ര അറ്റൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇതാണ് നമ്മുടെ ഒരു ഗോൾ എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ വീക്കിലുള്ളതും ഓരോ ദിവസത്തിന് വേണ്ടിയിട്ടുള്ള പ്ലാനുകൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ഓക്കെ. അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക. അതാണ് ഈ ഒരു ലോവർ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓർഗനൈസ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഹിസ് ഗ്രൂപ്പ്. അതായത് ഓരോ ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ ഓരോ ഗ്രൂപ്പിലുള്ള ആക്ടിവിറ്റീസിന് എന്ത് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക. അലോട്ട് വർക്ക് ടു വർക്കേഴ്സ് അണ്ടർ ഹിം. അതായത് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഒരുപാട് ഓപ്പറേഷൻസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരുപാട് ആളുകളും ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ വ്യക്തികൾക്കും അല്ലെങ്കിൽ ഓരോ ചെറിയ ചെറിയ ഗ്രൂപ്പിനും ഓരോ വർക്കുകൾ എന്ത് ചെയ്യുക, അലോട്ട് ചെയ്ത് കൊടുക്കുക. അതായത് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. ഇവർ ഈ വർക്ക് ചെയ്യുക, ഇവർ ഈ വർക്ക് ചെയ്യുക, അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എല്ലാവർക്കും വർക്ക് എത്തിച്ചു കൊടുക്കുക. പിന്നെ ഇഷ്യൂ ഇൻസ്ട്രക്ഷൻസ് അറ്റ് ദി സൈറ്റ്, മോട്ടിവേറ്റ് ദി എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുക. അറേഞ്ച് മെറ്റീരിയൽസ്, മെഷീൻസ്, ടൂൾസ് എക്സെട്ര ഫോർ വർക്കേഴ്സ്. അതായത് വർക്കേഴ്സിന് ആവശ്യമുള്ള മെറ്റീരിയൽസ്, മെഷീന്, ടൂൾസൊക്കെ എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഗിവ് ഗൈഡൻസ് ആൻഡ് സൂപ്പർവൈസ് ദി എംപ്ലോയീസിനെ ഗൈഡ് ചെയ്യുക, അതുപോലെ തന്നെ സൂപ്പർവൈസ് ചെയ്യുക. ടു മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ ആൻഡ് ഗുഡ് റിലേഷൻ വിത്ത് ദ ഗ്രൂപ്പ്. ഓക്കെ. ഇതാണ് ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. മേ ബി ഷോർട്ട് എസ്സേക്ക് മേ ബി ഇതെല്ലാം കൂടെ വരാൻ സാധ്യതയുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് എടുത്ത് ചോദിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. നിങ്ങൾ പഠിച്ച് വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ. താങ്ക് യു.